നമസ്തേ. നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു ദിവസം ആവട്ടെ എല്ലാവർക്കും. ആദ്യം തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്ത് നമ്മുടെ റീഡിംഗ് ആവണേ, ഞങ്ങളുടെ റീഡിംഗ് ആവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. നിങ്ങൾക്കുള്ള മെസ്സേജ് റീഡിങ്ങിനകത്ത് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ പറയാനുള്ളത്, ഇത് ഫ്രീ വീഡിയോയിൽ മാത്രം നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കാം. പിന്നെ അതേപോലെ പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നവർക്കായിരിക്കും കുറെ കൂടെ റെസിനേറ്റ് ആവുക. അല്ലാത്തത് നിങ്ങളൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. ഞാൻ മുമ്പുണ്ടായിരുന്ന വീഡിയോനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ആൾക്കാർ ഇൻക്ലൂഡിങ് ആയിട്ടുണ്ട്. പുതിയ ആൾക്കാരായിരിക്കും നിങ്ങൾക്ക് ഇവരൊക്കെ. പഴയ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പരിചയമില്ലാത്ത പലരും ഇതിനകത്ത് ഉണ്ടാവും. ഒരു വലിയൊരു ഉണ്ണിക്കണ്ണനുണ്ട്. അതേപോലെ മൂകാംബിക ദേവി കഴിഞ്ഞതിന്റെ മുന്നത്തെ ആഴ്ച 3 ആഴ്ച മുമ്പാണ് മൂകാംബികയ്ക്ക് പോയി. ഇതുവരെ ഞാൻ പോയിട്ടേ ഉണ്ടായിരുന്നില്ല. ഭഗവതിയുടെ അനുഗ്രഹം കിട്ടി. അപ്പോൾ ദേവിയുടെ ഒരു സാന്നിധ്യത്തിന് വേണ്ടി ഫോട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഗുരുവായൂരപ്പനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച് എന്നെ വിളിച്ച് വാങ്ങിപ്പിച്ച ഗുരുവായൂരപ്പനാണത്. ഇത് ഉടുപ്പി കണ്ണൻ, ഉടുപ്പിന്ന് വാങ്ങിച്ചതാണ്. ഇത് ബുദ്ധ, അത് ഞാൻ പിന്നെ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പുതിയതായിട്ടായിരിക്കും ഇതിന്റെ ഷീറ്റ് മാറ്റിയിട്ടുണ്ട്. അത് മുമ്പത്തെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഗ്രീൻ കളർ മാറ്റായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതൊരു മാംഗോ യെല്ലോ ആണ് വെച്ചിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് അത് വെറുതെ ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും ഒരു കാര്യമില്ല. ഒരു എനർജി നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇന്ന് 3 കാർഡുകളാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് ടാരോ, ഏഞ്ചൽ മെസ്സേജ്, ലവ് കാർഡ്. ലവ് കാർഡൊക്കെ നിങ്ങൾ കണ്ടിട്ട് കുറേ ആയിട്ടുണ്ട്. ഞാൻ അധികം ലവ് കാർഡ് ഉപയോഗിക്കാറേ ഇല്ല. ഈ ഒരു സാധനം ഉപയോഗിക്കുന്നില്ല. ഞാൻ രാധാമാധവം എന്നുള്ള ലവ് ഓറാക്കിളാണ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിന് ഭയങ്കര എനർജി ഉണ്ട്. പക്ഷെ എന്നാലും ഇതൊരു ജസ്റ്റ് ഒന്ന് ഗൈഡൻസ്, അവിടെ ടാരോ കളക്ഷനിൽ ഉള്ളത് കൊണ്ട് ഇതൊന്നും എടുത്തില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നിയിട്ട് ഞാൻ ഇതൊന്ന് ജസ്റ്റ് എടുത്തെന്ന് മാത്രമാണ്. അപ്പൊ നിങ്ങൾ കണ്ണടച്ച് നിങ്ങളുടെ റീഡിങ്ങിന് വേണ്ടി നന്നായി പ്രാർത്ഥിക്കാം. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് കാർഡുകൾ കൂടുതലായിട്ട് നോക്കാം. ആദ്യം സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത്. അടുത്ത കാർഡ് 3 ഓഫ് പെന്റക്കിൾ, പേജ് ഓഫ് വാൻഡ്സ്, ഡെത്ത്, ടെമ്പറൻസ്. ഇത്രയും കാർഡുകളാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. നിങ്ങളോട് പറയുന്നത് ഇവിടെ സ്ട്രെങ്ത് ആയിട്ട് ഇരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പൊ ലേഡീസ് ആണെങ്കിലും നല്ലൊരു പവറോടുകൂടെ, ഇതിലിപ്പോ കണ്ടില്ല ഒരു ലയൺ ലേഡി എന്നൊക്കെ പറയുന്ന, നമ്മളെ മറ്റേ പാട്ടില് പ്രസിംഗ പെണ്ണെ എന്നൊക്കെ പറയുന്ന പോലെ അത്രയും പവർ ഉണ്ടാവണം നിങ്ങളുടെ ഉള്ളിൽ. കാരണം നിങ്ങൾ അത്രയും ത്യാഗങ്ങൾ സഹിച്ചു വന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ ഒരുപാട് കളിയാക്കലുകളൊക്കെ വന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ എന്താണ് റിജക്ഷൻ ഒക്കെ ഒരുപാട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഇതൊക്കെ കിട്ടി നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവും. അപ്പൊ കാണുന്നത് മെയിൽ ആയാലും ഫീമെയിൽ ആയാലും നിങ്ങൾ നല്ലൊരു സ്ട്രോങ് പേഴ്സൺ ആയിട്ട് മാറിയിട്ടുണ്ടാകും. കാരണം അടിച്ചവിടെ തന്നെ വീണ്ടും അടി കിട്ടിക്കൊണ്ടിരുന്നാൽ നമുക്ക് എന്ത് സംഭവിക്കും? ഒരുതരം മരവിപ്പായിരിക്കും. പിന്നെ അവിടെ വേദന ഉണ്ടാവില്ല. അതേപോലെ ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. ഒരുപാട് ലെസൺസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഇതിനോടകം തന്നെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു സ്ട്രെങ്തി ലേഡി ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതാണ് ഇവിടുത്തെ ആദ്യത്തെ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇനി അഥവാ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ വെങ്ങലും തേങ്ങലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം സ്ട്രെങ്ത് ആയി മാറണം. നിങ്ങൾ പവറായി മാറണം. നിങ്ങളുടെ ഉള്ളിൽ അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ആവാം. സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് 3 ഓഫ് പെന്റക്കിൾ ആണ്. 3 ഓഫ് പെന്റക്കിൾ ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് നിങ്ങൾക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിചാരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. പൈസ നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല സാലറിയും കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അത് ഒന്നെങ്കിൽ വാങ്ങിയത് കൊടുത്തു തീർക്കാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഉപയോഗത്തിന് വരാതെ വേറെ ആർക്കെങ്കിലും വേണ്ടി ഇത് യൂസ് ചെയ്യേണ്ടി വരുമായിരിക്കും. നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി കാർഡുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ വരുന്നുണ്ട്. അടുത്ത കാർഡ് എന്ന് പറയുന്നത് പേജ് ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ത്രോ ചെയ്ത് കളയണം എന്നുള്ളൊരു മെസ്സേജാണ് എനിക്കിപ്പോ ഇവിടെ പറയാനായിട്ട് തോന്നുന്നത്. അതായത് കുറെ കെട്ടിപ്പൊക്കി നിങ്ങൾ വേണ്ടാത്ത കുറെ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ മുറുക്കി പിടിച്ച് കയ്യിൽ അടക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ സാധനം ഒന്ന് ത്രോ ചെയ്യണം, വലിച്ചെറിയണം. കുറെ ബാഗേജസ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ ആ സാധനം വലിച്ചെറിഞ്ഞെങ്കിൽ ബാഗേജസ് എന്ന് പറഞ്ഞ ഇമോഷണൽ ബാഗേജസ് എന്നാണ് എനിക്ക് ഇവിടെ കിട്ടുന്ന മെസ്സേജ്. ഇമോഷണൽ ബാഗേജസും കൊണ്ടായിരിക്കും നിങ്ങൾ ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ വേണ്ടാത്ത സാധനങ്ങളൊക്കെ അപ്പൊ തന്നെ അത് വലിച്ചു പറിച്ച് കളയണം. കാരണം ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാണ്. കുറച്ച് പൊട്ടറ്റോസ് എടുത്തിട്ട് നിങ്ങളുടെ കയ്യിലൊരു
കവറിൽ തരികയാണ് ഞാൻ. അത് ഒരു ദിവസം വെക്കാം, 2 ദിവസം വെക്കാം, 3 ദിവസം വെക്കാം. 4ാമത്തെ ദിവസം ആകുമ്പോഴേക്കും അതിന് കേട് വന്ന് തുടങ്ങും. 5ആകുമ്പോഴേക്കും അത് പൊട്ടി തുടങ്ങും. പിന്നെ അടുത്ത ദിവസങ്ങൾ അത് ചീഞ്ഞ് സ്മെല്ല് വരാൻ തുടങ്ങും. ഇതേപോലെയാണ് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ കയ്യിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ മുന്നോട്ട് ആ ബാഗും കൊണ്ട്, അതായത് പൊട്ടറ്റോ ബാഗ്, ചീഞ്ഞ പൊട്ടറ്റോയുടെ ബാഗ് കൊണ്ട് നടക്കുന്ന പോലെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഇമോഷൻസും കൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ട്, കൂടെയുള്ള ആൾക്കാർക്കും ബുദ്ധിമുട്ട്. ആ ബാഗും കൊണ്ട് നേരത്തേക്ക് ഒരാളും വരൂല്ല, അത് നിങ്ങളുടെ കയ്യിലുള്ളിടത്തോളം കാലം. അപ്പൊ അതുകൊണ്ട് അത് വലിച്ചെറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹാപ്പിനെസ് അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളൊരു മെസ്സേജ് വരുന്നുണ്ട്. പിന്നെ ഒരു ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്, അതിന്റെ കൂടെ തന്നെ റീബർത്തും വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, സാഹചര്യം, അതിപ്പോ ഇവിടെ എൻഡായിട്ട് ഇരിക്കുകയാണ്. നിങ്ങളിപ്പോ ഫിനാൻഷ്യലി ആണെങ്കിലോ അല്ലെങ്കിൽ കരിയറിലോ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഇപ്പൊ എൻഡായിട്ട് പുതിയൊരു റീബർത്ത് വരും. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ, ആ ആളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങളുണ്ടാവും. അതിവിടെ എൻഡായി പുതിയ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ലൊരു തുടക്കം ആണ് ഇനി വരാൻ പോകുന്നത് എന്നാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം റിസീവ് ചെയ്യാനായിട്ട് ഇരിക്കുക. പുതിയൊരു തുടക്കത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുക. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ ബാഗേജസ് ഒക്കെ വലിച്ചെറിഞ്ഞ് പുതിയൊരാളായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പറയുന്നുണ്ട്. പിന്നെ ടെമ്പറൻസ് കാർഡ് വന്നിട്ടുണ്ട്. ഇത് എന്താ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വാക്കുകൾ കൊണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊറുക്കാൻ പറ്റുന്നതായിരിക്കില്ല. നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞ കാര്യം നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലാവില്ല അവർ കേട്ടിട്ടുണ്ടാവുക. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോ നിങ്ങളൊരു വാക്ക് അല്ലെങ്കിൽ ഒരു മാറ്റർ അവതരിപ്പിച്ചതും സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ആ അർത്ഥത്തിലാവില്ല അവരെടുത്തിട്ടുണ്ടാവുക. അത് വ്യാഖ്യാനിച്ച അർത്ഥം വേറെ ആയിരിക്കും. അപ്പൊ ആ ഒരു കാരണം കൊണ്ടായിരിക്കാം ഇപ്പൊ നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ ഉണ്ടാകുന്ന ചലഞ്ചസ് ഒക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ വാക്കുകളെ നന്നായി സൂക്ഷിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരുപാട് പിടിവാശി ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക. അതായത് അതിനെ വിട്ടുകൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ മെസ്സേജിൽ നിങ്ങളോട് യൂണിവേഴ്സ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി ഏഞ്ചൽസ് എന്തൊക്കെയാ പറയണമെന്ന് നോക്കാം. റീകൺസിഡർ എന്നുള്ളതാണ് പറയുന്നത്. പുനർവിചിന്തനം ചെയ്യുക. അത് പറഞ്ഞാൽ നിങ്ങളൊന്ന് മാറ്റി ചിന്തിച്ച് നോക്കുക. ഈ ഒരു കാര്യം, ഈ പോകുന്ന കാര്യം ഓക്കെ ആണോ, അല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴി ശരിയാണോ, അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇതെനിക്ക് ചെയ്താൽ നന്നാവോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ ആരോടെങ്കിലും ഒന്ന് സോറി പറയണമെന്നുണ്ടെങ്കിൽ ആ സോറി ഒന്ന് പറയുക. നമ്മളായിട്ട് അങ്ങോട്ട് പോയി പറയുന്നത് ഏറ്റവും ബെറ്റർ ആണ്. എന്നിട്ട് നിങ്ങൾ ചിലപ്പോൾ അവരോട് ഒന്നും സ്നേഹമോ ദേഷ്യമോ ഒന്നും തോന്നണ്ട, ന്യൂട്രൽ മൈൻഡ് ആയിട്ട് ഇരിക്കുക. ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഇരട്ടി ഫലം നിങ്ങൾക്ക് കിട്ടും. അടുത്ത കാർഡ് എന്ന് പറയുന്നത് ടേക്ക് ആക്ഷൻ എന്നുള്ളതാണ്. ടേക്ക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ഒരു കാര്യത്തിൽ ആക്ഷൻ എടുക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കരിയറിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഇനി ഹെൽത്തിലാണെങ്കിൽ പോലും ഒരു ആക്ഷനും ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്നുള്ള രീതിയിൽ പോവുമായിരിക്കും. അല്ലെങ്കിൽ ഒരു കാര്യവും ചെയ്യാതെ ഇങ്ങനെ സ്ട്രക്നെസ് ആയിട്ട് ഫീൽ ചെയ്യായിരിക്കും. അല്ലെങ്കിൽ എന്താ പറയാ, പേടിച്ച് ഒരു കാര്യം ചെയ്യാതിരിക്കുന്ന ആൾക്കാരും ആയിരിക്കും. ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ബുദ്ധിമുട്ടാവോ എന്നുള്ളൊരു രീതിയിലായിരിക്കും. അപ്പൊ നിങ്ങളോട് യൂണിവേഴ്സ് പറയണത് നിങ്ങൾ ആക്ഷൻ എടുക്കൂ, ഞാൻ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആക്ഷൻ അനുസരിച്ച് നല്ലത്, നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ യൂണിവേഴ്സ് കൂടെ ഉണ്ട് എന്നാണ്, അല്ല ഏഞ്ചൽസ് കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുന്നത് നോ നീഡ് ടു വറി. ഇത് നല്ല കാര്യമാണല്ലേ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഏഞ്ചൽസ് നിങ്ങളെ കാവലായിട്ടുണ്ട്. ഹീലിംഗ് ഏഞ്ചൽസും ഗാർഡിയൻ ഏഞ്ചൽസും എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ ഒരു തരത്തിലും ഇപ്പൊ അനുഭവിക്കുന്ന ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട കാര്യമേ ഇല്ല. വെരി ഗുഡ്. അടുത്ത കാർഡ് എന്ന് പറയുന്നത് ടിൻ ഫ്ലെയിം ആണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം. ടിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ടാരോയുടെ ക്ലാസ് പഠിപ്പിക്കുന്ന സമയത്ത് അതിൽ ടിൻ ഫ്ലെയിമിന്റെ കാർഡായിരുന്നു ഞാൻ ടിൻ ഫ്ലെയിമിന്റെ ജേണിനെ പറ്റിയിട്ടായിരുന്നു ഞാൻ ഇന്നലെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നോക്കൂ, ടിൻ ഫ്ലെയിമിന്റെ കാർഡ് തന്നെയാണ് എനിക്കും വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് ടിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ, ഒരുപാട് പേര് എൻ്റെ അടുത്ത് റീഡിങ്ങിന് വരുന്ന സമയത്ത് പറയുന്നത് ഞങ്ങൾ ടിൻ ഫ്ലെയിം ആണോ എന്ന് ചോദിച്ചിട്ട് വരാറുണ്ട്. അപ്പൊ ഞാൻ ടിൻ ഫ്ലെയിമിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്യാം. അല്ലെങ്കിൽ അത് നിങ്ങൾ ഇവിടെ കമന്റ് ഇടണം. എന്താണ് ടിൻ ഫ്ലെയിം, നിങ്ങൾ ടിൻ ഫ്ലെയിം ആണോ, ഇനി അത് നിങ്ങൾ ടിൻ ഫ്ലെയിമിനെ കണ്ടെത്തിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ താഴെ കമന്റ് ഇടുകയാണെങ്കിൽ ഞാൻ അതിനായിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോ ഇതൊരു കാണുന്നുണ്ടല്ലോ, ഒരു ഇതില്
രണ്ട് ആൾക്കാരുടെ ഹെഡാണ് കാണുന്നത്. മേലൊരു ബ്ലെസ്സിങ് ഉണ്ട്, ഒരു ഏഞ്ചൽ അല്ലെങ്കിൽ ഒരു പരിശുദ്ധാത്മാവിനെ പോലൊരു ബ്ലെസ്സിങ്ങും കൂടെ ഉണ്ട്. അപ്പോ ട്വിൻ ഫ്ലെയിം കാർഡ്, യുവർ പാഷൻ ഈസ് ഇഗ്നറ്റ്സ് എന്നാണ് ഇത് പറയുന്നത്. അതായത് നിങ്ങളുടെ പാഷൻ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. അപ്പോൾ കുറെ കാര്യങ്ങൾ ട്വിൻ ഫ്ലെയിമിനെ കുറിച്ച് കൂടുതൽ എനിക്ക് ഡീറ്റെയിൽ പറയാനുണ്ട്. അത് ഈ ഒരൊറ്റ വീഡിയോയിൽ തീരില്ല. ട്വിൻ ഫ്ലെയിം ജേണി എന്ന് പറഞ്ഞാൽ എല്ലാവരും കുറെ ആൾക്കാർ എന്നോട് വന്നിട്ട് ഞങ്ങളെ ട്വിൻ ഫ്ലെയിം ആക്കി തരുമോ മാഡം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. പക്ഷെ അതങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നതല്ല. ഇത് ജന്മം കൊണ്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ പോലും അറിയാതെ ഈശ്വരൻ നിശ്ചയിച്ച ആൾക്കാരായിരിക്കും ട്വിൻ ഫ്ലെയിം ആയിട്ട് വരിക. അപ്പോ അതൊരിക്കലും ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കാനോ ഫാബ്രിക്കേറ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്ന കാര്യമല്ല ഈ ട്വിൻ ഫ്ലെയിമും സോൾമേറ്റും കാർമിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും. എല്ലാവർക്കും വേണ്ടത് ട്വിൻ ഫ്ലെയിം ജേണിയാണ്. അപ്പൊ അതില് ഒരു അവർ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ട്വിൻ ഫ്ലെയിംസ് ഒരിക്കലും പിരിയില്ല എന്നുള്ളത്. അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് ഇവർ എന്നോട് വന്നിട്ട് ട്വിൻ ഫ്ലെയിം ജേണി ആക്കി തരാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പോ അതെന്താണ് അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും, കുറെ പേർക്കൊക്കെ അറിയായിരിക്കും. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ അതിനായിട്ട് ചെയ്യാം. അപ്പോ ഇന്നത്തെ വീഡിയോസ്, ഇന്നത്തെ മെസ്സേജസും ഇതൊക്കെയാണുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മളോട് പേഴ്സണൽ റീഡിംഗ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്രിസ്റ്റൽസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജ്യോതിഷപരമായ കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ കൗൺസിലിംഗ് ആണോ അത് ചെയ്യുന്നുണ്ട്. കോഴ്സിന് ചേരാൻ താല്പര്യമുള്ള കോഴ്സിന് ചേരാൻ ടാരോ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ ലൈഫ് കോച്ചിങ് പഠിപ്പിക്കുന്നുണ്ട്. ഇതിന് ഏതാണോ നിങ്ങൾക്ക് ആവശ്യം അത് ഇവിടെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. ഒരുപാട് പേരെ ടാരോ റീഡ് ചെയ്ത് കൊടുത്ത ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോ ഇത്രയും കാലം ഞാൻ ബ്രേക്ക് എടുത്തിട്ട് വന്നതിന് ശേഷം. ആക്ച്വലി ഫെബ്രുവരിയിലാണ് എന്റെ വീഡിയോ പോകുന്നത്, ബക്മീഡിയിൽ വരുന്നത്. അതിനുശേഷമാണ് ഞാൻ കുറച്ചും കൂടെ എൻഗേജ്ഡ് ആയത് എന്നാണ് എൻ്റെ ഒരു ധാരണ. അതിനുശേഷമായിരിക്കും ഞാൻ വീഡിയോ ഇടാതിരുന്നിട്ടുണ്ടാവുക. അത്രയ്ക്ക് തിരക്ക് വന്നതുകൊണ്ടാണ്. ഒട്ടും എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ ടയേർഡാവും, രാത്രിയൊക്കെ ആകുമ്പോഴേക്കും വീഡിയോ ഇടാനും എനിക്ക് ഭയങ്കര ടയേർഡാവും, കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഇനി അങ്ങനെ പറ്റില്ല എന്ന് എനിക്ക് നിരന്തരം മെസ്സേജ്, ഡിഗ്രി കിട്ടിയപ്പോൾ എനിക്ക് നിരന്തരം മെസ്സേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, വീഡിയോ ചെയ്യണം എന്നുള്ളത്. ഒരുപാട് പേര് ഞാൻ പറഞ്ഞ പോലെ തന്നെ പുറത്തൊക്കെ വെച്ച് കാണുമ്പോൾ അത് റിക്വസ്റ്റ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നന്ദനത്തിലെ സബ്സ്ക്രൈബ് ചെയ്ത ഫാമിലി മെമ്പേഴ്സ് പറയാറുണ്ട്, നിങ്ങൾ സാധിക്കുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇത് കുറെ കൂടെ, ഞാനും നിങ്ങളുമായിട്ടൊരു കണക്ഷൻ വരണം എന്നുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളുടെ എനർജി ആയിട്ട് കണക്ഷൻ വരണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ കമന്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്താലേ നമുക്കൊരു എനർജി കണക്ഷൻ കിട്ടുള്ളൂ. അതുകൊണ്ട് കൂടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പോ അങ്ങനെ ആ മെമ്പേഴ്സ് എൻ്റെ അടുത്ത് തൃശ്ശൂർ സ്റ്റേഷനിൽ വെച്ചിട്ട്, എനിക്ക് അവരുടെ പേര് ശ്രീദേവി എന്നാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ, അവര് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർക്ക് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് സ്റ്റേഷനിൽ വെച്ച് ഒരുപാട് യാത്രകളൊക്കെ ഇതിനടുത്ത് നടത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരുപാട് പേര് വന്ന് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തിരിച്ച് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടും അപ്പോഴും എനിക്ക് ഇന്ന് ചെയ്യാം നാളെ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും കാരണം വെച്ച് മുടങ്ങി പോവുകയാണ്. അത് അപ്പൊ യൂണിവേഴ്സിന് ആ ഒരു സമയം, നമ്മൾ വിചാരിക്കുന്ന സമയമല്ല, യൂണിവേഴ്സ് നിശ്ചയിക്കുന്ന സമയത്തായിരിക്കുമല്ലോ നമ്മള് കണക്ട് ആയിട്ട് വരും, ഇതൊക്കെ ചെയ്യാൻ പറ്റുക. അപ്പൊ അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഡിഗ്രി ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ വീഡിയോയിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു കോള് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോ ഒരുപാട് പേർക്ക് റീഡ് ചെയ്ത് കൊടുക്കാനും, കുറെ പേർക്ക് സൊല്യൂഷൻ ചെയ്ത് കൊടുക്കാനും, റേക്കി ഹീലിംഗ് ചെയ്ത് കൊടുക്കാനും ഒക്കെ സാധിച്ച സന്തോഷത്തിലാണ് ഞാനിരിക്കുന്നത്. നിങ്ങൾക്കും എന്റെ സേവനം ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ. എന്റെ പ്രാർത്ഥനയും ബ്ലെസ്സിങ്സും എല്ലാം ഉണ്ടാവും കൂടെ. ഹരേ കൃഷ്ണ.